കൊച്ചിയിലെ നഗരജീവിതത്തിൻ്റെ വിരസതയിൽ നിന്ന് മാറി നിൽക്കുവാനും എന്നാൽ കൊച്ചിയിൽ നിന്നും ഒട്ടും ദൂരെയല്ലാത്ത ഒരു നാട്ടിൻപുറത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മുടെ യാത്ര. അതിനായി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊച്ചിയുടെ നഗരവൽക്കരണം ഇനിയും കടന്നു കയറാത്ത കടമക്കുടി ദ്വീപുകളിലേക്കാണ്. 14 ദ്വീപുകൾ ഒരുമിച്ച് കൂടുന്ന പ്രദേശമാണ് കടമക്കുടി. ഇതിൽ തന്നെ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയമുള്ളത് വലിയ കടമക്കുടി എന്ന സ്ഥലമാണ്. കാരണം സൂര്യോദയത്തിൻ്റെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ ലഭിക്കുന്നത് ഇവിടെയാണ്. അത് ആസ്വദിക്കാനായി ഞങ്ങളും വലിയ കടമക്കുടിയിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ ഞങ്ങൾ പ്രകൃതിയുടെ മായാജാലത്തിന് സാക്ഷിയാവുകയാണ് ചെയ്തത്. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നും വെറും 12 കിലോമീറ്റർ മാറിയാണ് ഈ മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും ഇത്രയും അടുത്താണെന്നുള്ളതാണ് കടമക്കുടിയെ ഏറെ സവിശേഷമാക്കുന്നത്. സൂര്യോദയത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നെൽപ്പാടത്ത് നിൽക്കുമ്പോൾ 133 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാനാവുന്ന ലിയോണിഡ് ഉൾക്കമഴയുടെ ഒരു ചെറിയ ഭാഗം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ 1-ാം ലോക മഹായുദ്ധകാലത്ത് പണി കഴിപ്പിച്ച ഒരു വലിയ വീട് കാണാം. റോഡ് മാർഗം പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇവർ അനുഭവിച്ചിരുന്ന ജീവിത നിലവാരം എന്തെന്ന് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നു. ഇതിലെ ഒരു റോഡ് മാർഗം വേണമെന്നുള്ളത് 1964 KS ജോർജ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുടെ ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ എറണാകുളം റൂട്ടിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയതും യാത്രാ സൗകര്യം സുഖകരമായതുമായ ഒരു പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടി പുള്ളിയുടെ ഒരു സ്വപ്നം എന്ന നിലയിൽ ഇങ്ങനെ ഒരു കടമക്കുടിയിലൂടെ കടന്നു പോകുന്നൊരു ഏറ്റവും എളുപ്പം എറണാകുളത്ത് എത്തിച്ചേരുക എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടി പുള്ളിയുടെ കാഴ്ചപ്പാട് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുകയും ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ജിഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസി ഇവിടുത്തെ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോയി. കടമക്കുടിയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം നെൽകൃഷിയും മത്സ്യബന്ധനവുമാണ്. വെള്ളത്തിൽ വളരുന്നതും 6 മാസം കൊണ്ട് പാകമാകുന്നതുമായ പൊക്കാളി എന്ന പ്രത്യേക തരം നെല്ലാണ് ഇവർ കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. മത്സ്യബന്ധനത്തിൽ ചെമ്മീനാണ് പ്രധാന കൃഷി. ഇവിടുത്തെ സ്ഥലമുടമകളുടെ സമാജം സ്ഥലം പാട്ടത്തിന് കൊടുത്താണ് കൃഷി ചെയ്യുന്നത്. 6 മാസമാണ് പാട്ടക്കാലാവധി. നവംബറിൽ ആരംഭിച്ച് ഏപ്രിൽ 14 കെട്ടുപൊട്ടിക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത്. ആദ്യകാലങ്ങളിലൂടെ വഞ്ചിയായിരുന്നു, കടുത്തു വഞ്ചി സ്വന്തം ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യകാലം. പിന്നെ അത് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പഞ്ചായത്ത് ലേലത്തിൽ വെച്ചിട്ട് ഓരോ വ്യക്തികൾക്ക് കൊടുത്തിട്ട് കടുത്ത് തന്നെ തുടർന്നു പോകും. പിന്നെ സൗകര്യങ്ങൾ, വണ്ടി സൗകര്യങ്ങളെല്ലാം ആകുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴേക്കും ഈ കടുത്ത് മാറ്റി ഫെറിയിലേക്ക് മാറുകയാണുണ്ടായത്. ഫെറി സർവീസ് ആരംഭിക്കുകയും ഫെറി സർവീസ് എല്ലാ കരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസ് ഉണ്ടായിരുന്നു. അതുപോലെ പടിയപ്പടിയായിട്ട് റോഡ് മാർഗവും പാലങ്ങളും വന്നതോടുകൂടി നിലവിലിപ്പോൾ ഫെറി സർവീസ് കടമക്കുടി ചാത്തനാട് ഫെറി സർവീസ് ഉണ്ട്. സഞ്ചാരികളുടെ വരവും ടൂറിസത്തിൻ്റെ വളർച്ചയും കടമക്കുടിയുടെ മുഖച്ഛായ തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഈ കടമക്കുടിയിലെ ദ്വീപുകളെ സംബന്ധിച്ച് ടൂറിസ്റ്റുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് മറ്റ് ടൗൺ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നല്ല അന്തരീക്ഷം, ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്തൊരു അന്തരീക്ഷവും. കടമക്കുടി എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു.
കടമക്കുടിയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ഏതൊരാൾക്കും കൊച്ചി എന്ന വൻനഗരം വെളിപ്പാട് അകലെയാണെന്നുള്ള കാര്യം മറന്നുപോകും. കാരണം അത്രയധികം ശാന്തമാണ് ഈ പ്രദേശം. മനോഹരമായ ദൃശ്യങ്ങൾക്കുപരി ഇവിടം സഞ്ചാരികൾക്ക് കൊടുക്കുന്ന ഒരു അനുഭവം അവരെ വീണ്ടും കടമക്കുടിയിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നു.